സ്കൂളിൽ നിന്നുണ്ടായ ഒരു മോശ അനുഭവത്തിൻ്റെ പേരിൽ പിന്നീട് സ്കൂളിലേക്ക് പോകുന്നില്ല എന്ന് പറഞ്ഞ് വീട്ടിലിരിപ്പാണ്. കഴിഞ്ഞ ദിവസം എൻ്റെ ഒരു പാരൻറ്റ് വന്ന് കണ്ടിരുന്നു. ഒരു അമ്മയാണ് വന്നത്. അവരുടെ മകള് +1 പഠിക്കുന്നത്. പക്ഷേ സ്കൂളിൽ നിന്നുണ്ടായ ഒരു മോശ അനുഭവത്തിൻ്റെ പേരിൽ പിന്നീട് സ്കൂളിലേക്ക് പോകുന്നില്ല എന്ന് പറഞ്ഞ് വീട്ടിലിരിപ്പാണ്. 1 മാസത്തോളമായി വീട്ടിലിരിക്കുന്നു. സോ ഇനി എന്ത് ചെയ്യും എന്നുള്ള ഒരു പ്രശ്നത്തിലാണ് അമ്മ നിൽക്കുന്നത്. കുട്ടിയുടെ പഠനം +1 +2 ഇതൊക്കെ പൂർത്തീകരിക്കണം. എന്നാൽ ഇനി അവൾ ആ സ്കൂളിൽ പോവില്ല എന്ന് പറയുന്നു. ഏകജാലകമൊക്കെ വഴി കിട്ടിയതാണ്. ഇനി എങ്ങനെ അടുത്ത സ്കൂളിലേക്ക് ചേർക്കാൻ പറ്റും, എങ്ങനെയാണ് പഠനം മുന്നോട്ട് കൊണ്ടുപോകുക എന്നുള്ള പ്രശ്നത്തെ സംബന്ധിച്ച് അവരാകെ ആകുലരായിരുന്നു. പിന്നീട് അമ്മ ഗൂഗിളിൽ സെർച്ച് ചെയ്താണ് നമ്മളുടെ കോൺടാക്റ്റിലേക്ക് എത്തുന്നത്. നമ്മളുടെ അടുത്ത് വന്നു. സോ സ്റ്റേറ്റ് സിലബസിൽ തന്നെ പഠിക്കണം എന്നുള്ള ആഗ്രഹമുണ്ട്. സോ സ്റ്റേറ്റ് സിലബസിൽ പഠിക്കാനുള്ള വഴി എന്താണെന്നാണ് നമ്മളോട് ചോദിച്ചു വന്നത്. സോ സ്റ്റേറ്റ് സിലബസിലെ ഈ +1 +2 ഒക്കെ പഠിക്കാനായിട്ട് ഓപ്പൺ എഡ്യൂക്കേഷൻ സിസ്റ്റം അവൈലബിൾ ആണ്. നമ്മൾ ആ വഴിയിലൂടെ ആ കുട്ടീനെ രണ്ടാമത് +1 രജിസ്ട്രേഷനൊക്കെ എടുപ്പിച്ച് നമ്മൾ +1 പഠനം ആരംഭിച്ചു. ഇതുപോലെ ഒരുപാട് കുട്ടികൾ, എനിക്ക് തോന്നുന്നു ഒരുപാട് കുട്ടികൾ ഈ +1 അല്ലെങ്കിൽ 10 9 വെച്ചിട്ട് എന്തെങ്കിലും കാരണങ്ങൾ കൊണ്ട് പഠനം അങ്ങ് സ്റ്റോപ്പ് ചെയ്തിട്ട് നിൽക്കുന്നുണ്ടായിരിക്കും. അവർക്ക് എന്ത് ചെയ്യണം, അവരുടെ പാരൻസിന് അറിയില്ല എന്ത് ചെയ്യണം, ഇനി എങ്ങനെ മുന്നോട്ട് പോകും, എങ്ങനെയാണ് കണ്ടിന്യൂ ചെയ്യുക പഠനം. ഇതല്ലാതെ ഈ കൺവെൻഷണൽ സ്കൂളിംഗ് അല്ലാതെ, സാധാരണ സ്കൂളിൽ പോകുന്ന രീതിയല്ലാതെ മറ്റെന്തെങ്കിലും രീതിയിലൂടെ പഠനം പൂർത്തീകരിക്കാൻ 10ാം ക്ലാസ്സിൽ പരീക്ഷ എഴുതാൻ അല്ലെങ്കിൽ +2 പരീക്ഷ എഴുതാൻ എന്തെങ്കിലും വഴിയുണ്ടോ? അപ്പോൾ നിങ്ങളിനി അറിയണം, നമ്മുടെ സ്റ്റേറ്റ് ഗവൺമെൻറ്റും സെൻട്രൽ ഗവൺമെൻറ്റും ഇങ്ങനെ പല രീതിയിൽ സ്കൂളിൽ നിന്ന് ഡ്രോപ്പ് ഔട്ട് ആവുന്ന കുട്ടികൾക്ക് വേണ്ടി ഒരു ഓപ്പൺ എഡ്യൂക്കേഷൻ സിസ്റ്റം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. സ്റ്റേറ്റിൻ്റെയും ഓപ്പൺ എഡ്യൂക്കേഷൻ സിസ്റ്റം ഉണ്ട്, അതുപോലെ സെൻട്രലിൻ്റെയും ഓപ്പൺ എഡ്യൂക്കേഷൻ സിസ്റ്റം ഉണ്ട്. ഈ ഓപ്പൺ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൽ പഠിച്ച് പരീക്ഷ എഴുതിയാൽ നമ്മുടെ സാധാരണ കൺവെൻഷണൽ സ്കൂളിൽ എന്താണോ നമുക്ക് കിട്ടുന്ന സർട്ടിഫിക്കറ്റ്, അതുതന്നെയാണ് നമ്മുടെ ഓപ്പൺ സ്കൂളിലെയും നമുക്ക് കിട്ടുന്ന സർട്ടിഫിക്കറ്റ്. സോ വാലിഡിറ്റിയോ മറ്റൊരു പ്രശ്നവും നമുക്ക് അവിടെ വരുന്നില്ല. എല്ലാ തരത്തിലുള്ള ഹയർ എഡ്യൂക്കേഷനും അതുപോലത്തെ എൻട്രൻസുകൾക്കൊക്കെ പോകാൻ സാധിക്കുന്ന വാലിഡ് സർട്ടിഫിക്കറ്റ്സ് ആണ് ഈ സ്റ്റേറ്റും സെൻട്രൽ ബോർഡ് നൽകുന്ന ഈ ഓപ്പൺ എഡ്യൂക്കേഷനിലൂടെ നിങ്ങൾക്ക് കിട്ടുന്ന സർട്ടിഫിക്കറ്റ്സ്. ഈ വർഷമാണ് നിങ്ങളുടെ പഠനം മുടങ്ങിയെങ്കിൽ ഈ വർഷം തന്നെ നമുക്കത് വീണ്ടും തിരിച്ചെടുക്കാൻ സാധിക്കും. അതിനുള്ള വഴി നമ്മളുടെ ഗവൺമെൻറ് തന്നെ തുറന്നു തന്നിട്ടുണ്ട്. സോ ഇതിനെക്കുറിച്ച് എന്തെങ്കിലുമൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ എന്നെ ഒന്ന് വിളിച്ചാൽ മതി, ഞാൻ കാര്യങ്ങൾ പറഞ്ഞുതരാം.